ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ റൂം മാച്ച് നിലകളാണ് കളിക്കാൻ നോക്കി 1v1 കാരണം കളിക്കാൻ ഫമാസെടുത്ത് അപ്പോൾ പിന്നെ മാറ്റി ഫുഡ്പെക്കർ എം80 എടുത്ത് ഫമാസക്കാരെ ഡെസേർട്ട് എടുക്കാത്ത അറിയാണ്ട് ഫമാസാണ്. പിന്നെ കൃത്യം നമുക്ക് അവനെ അടിച്ചിടാൻ പറ്റുമെന്ന് നിലകൾ നോക്കാം. അപ്പോൾ നമ്മൾ റൂമിൽ 1v1 കാരണം ചാലഞ്ചിന് വിളിച്ചതാണ് നോക്കി. ചാലഞ്ചിന് വിളിച്ചപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏത് നമ്മൾ അത്യാവശ്യം അടിച്ചിടാന്നൊക്കെ വിചാരിച്ച് കയറി ചെന്ന് പിന്നെ ബ്ലൂ വാൾട്ട് കയറി. പിന്നെ ഇങ്ങനെ ബ്ലൂ വാൾട്ട് കയറാൻ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്ന പോലെയൊക്കെ തോന്നി. ഞാൻ ബ്ലൂ വാൾട്ടിൽ പെട്ടുകൊണ്ട് കയറാൻ പറ്റാനില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകാൻ അവിടെ കൊണ്ടിട്ടില്ല. ടാപ്പ് അടിക്കാൻ നോക്കി വീണ്ടും കൊണ്ടുപോയി ടാപ്പ് അടിക്കാൻ നോക്കിയിട്ട് കൊണ്ടില്ല. പിന്നെ ഇവിടുന്ന് ടക്സ് വീട്ടിലുണ്ട് വെറുതെ അറിയാണ്ട്. പിന്നെ അറിയാണ്ട് ബുള്ളറ്റൊക്കെ പോയി പിന്നെ മെഡടിക്കാൻ വിചാരിച്ചു. പിന്നെ മെഡടിച്ച് ഫുള്ളാക്കി ലൈഫ് ഫുള്ളാക്കിയിട്ട് ഗ്ലൂവാൾ വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് വന്നപ്പോൾ ചാടി റെഡ് നമ്പർ കാര്യം കൊടുത്ത് ഇവിടുന്ന് തന്നെ മെഡിക്കറ്റ് അടിച്ച് തീർക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ മേടിക്കാനായിരുന്നു. അങ്ങോട്ട് മെഡിക്കറ്റ് അടിച്ച് പകുതി HP ഉള്ളവരും നോക്കി 92 HP ഉള്ളത്. ഇപ്പം അവിടെ എനിക്ക് കുറച്ച് ഹിറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ കയറിച്ചെന്ന് അടിക്കാൻ കാരണം നോക്കി അവൻ ഗ്ലൂവാൾ കെടുത്തിയ ഗ്ലൂവാൾ പുറത്തിട്ടുണ്ട്. എന്നാലും കയറി വന്നത് എന്നാലും നമ്മൾ ഇതുപോലത്തെ കറങ്ങിച്ചില്ലാന്ന് ഞാനൊക്കെ വിചാരിച്ചു. പിന്നെ അവൻ അങ്ങോട്ട് നിന്നപ്പോൾ നമ്മളെ സ്ഥലത്ത് നിന്ന് കളിച്ചാൽ അങ്ങാണ്ടൊക്കെ നിൽക്കണ്ടേ നമുക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്നും വീണ്ടും ഒരു ഹിറ്റ് കൊടുക്കാൻ നോക്കി വീണ്ടും പോയില്ല. അപ്പം എന്നാലും നമ്മൾ വീണ്ടും ഒരു ഹിറ്റ് കൊടുക്കാൻ നോക്കി അതും കൊണ്ടിട്ടില്ല. പിന്നെ നമ്മൾ എന്തായാലും അവൻ അടുത്തേക്ക് വീണ്ടും 2-3 ഹിറ്റൊക്കെ അറിയാണ്ടൊക്കെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതെന്തായാലും കൊണ്ടിട്ടില്ല. ഹിറ്റ് എന്തായാലും കാര്യങ്ങളും കൊണ്ടിട്ടില്ല. അപ്പം ഞാൻ ഹിറ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും കൊള്ളുന്നില്ല. ഒരു അടി പോലും മുഖത്ത് കൊള്ളുന്നില്ല. ഓക്കെ, കുറേയൊക്കെ അടിക്കാൻ നോക്കുന്നില്ല. അപ്പം എന്നാലും ഒരു അടി പോലും കൊള്ളുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് അവനെന്തായാലും കറങ്ങി വരും. എന്നാലിപ്പോൾ അവൻ കറങ്ങി വരും എന്ന് വെച്ചിട്ട് അവൻ അതിലേക്കൂടെ തന്നെ വന്നു. പിന്നെ എന്നാലിപ്പോൾ ഇവിടുന്ന് ചോക്കെ കുറച്ച് 72 ഡാമേജ് കാരണം കൊടുത്ത് പിന്നെ ഡാമേജ് കൊടുക്കാൻ നോക്കി പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് ടാക്സി ഇങ്ങോട്ട് കയറി ഒരു 1 ടാപ്പിനൊക്കെ കൊടുക്കാൻ നോക്കി ഒന്നും കൊള്ളുന്നില്ല. 2-3 അടിയൊക്കെ കൊടുക്കുന്നുണ്ട് ഫുഡ്പെക്കറിൽ. എന്നാലും അപ്പം ഒന്നും കൊള്ളാത്തതുകൊണ്ട് നമ്മൾ ചാടി അടിക്കാൻ നോക്കിയിട്ട് എന്നാലും കൊണ്ടില്ല. വെള്ളമൊക്കെ ചുരുങ്ങാൻ തുടങ്ങി. എന്നാലും ഇവിടെ നിന്ന് അടിച്ചിടണമെന്നൊക്കെ വിചാരിച്ച് ചാടി ഒരു കിട്ടില്ല. ഹിറ്റ് അതിന് കൊടുത്തവനെ നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്നാലും ഇങ്ങോട്ടൊക്കെ ഇട്ട് വെറുപ്പിക്കുന്നുണ്ടാവും നോക്കിയാൽ. അപ്പോൾ എന്തായാലും ഇമോട്ടിട്ട് വിറപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇമോട്ടിട്ട് വിറപ്പിച്ചിട്ടുണ്ട്, നല്ലോണം വിറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിന്നത്തെ റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ബോക്സിലാണ്. പിന്നെ എന്തായാലും നമുക്ക് അവൻ അടുത്തെത്തിയിട്ട് കാണാം. അപ്പോൾ എന്നാലും അവൻ അടുത്തും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ അടുത്തെത്തി. ഞാൻ സാധാ റെക്കോർഡ് ചെയ്യണമില്ല, റെക്കോർഡിങ് ഗൈസ്. പിന്നെ അതിന് കുറച്ച് അടിയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരെണ്ണം പോലും കൊള്ളുന്നില്ല. പിന്നെ അയ്യോ ഇതിൻ്റെ ഒരു ഡാമേജ് എടുക്കാൻ നോക്കിയപ്പോൾ മറ്റേ ഫോണായി. ഗൈസ്, ഞാൻ കുറച്ച് ഡാമേജ് കൊടുത്ത്. അപ്പോൾ മറ്റേ താരം ഫോണാണ്ട് കണ്ടിട്ടില്ല എന്നാണ് നോക്കിയത്. പിന്നെ ഡക്യൂട്ട് ചെയ്യാൽ പിന്നെ നോക്കുകയാണെങ്കിൽ അവനെ അടിക്കാൻ നോക്കിയിട്ട് കൊള്ളുന്നില്ല. എന്താ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഇനി പോകണ്ട അറിയാണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിക്കുക. പിന്നെ നോക്കുകയാണെങ്കിൽ കുറച്ച് അടിയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഒരു 1 ടാപ്പ് പോലും കയറുന്നില്ല. ഓക്കെ, നേരത്തെ കുറച്ച് ഡാമേജ് എടുത്തപ്പോൾ ഇതിന് വെടിയിട്ട് അടിച്ച് കണ്ടോ. അറിയാണ്ട് 2 ബുള്ളറ്റൊക്കെ പോകുന്നുണ്ട്. കണ്ടോ, ഒരു ബുള്ളറ്റിൻ്റെ 2 ബുള്ളറ്റൊക്കെ താനിയ പോണേന്. ഓക്കെ, പിന്നെ 62 കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ 62 കൊടുത്തിട്ട് അടുത്തേക്ക് എന്നിട്ടൊരു കിടിലം പോലത്തെ 1 ടാപ്പ് അടിച്ച് കളി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതിലും ഇമോട്ടിട്ട് വിറപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇമോട്ടിട്ട് വിറപ്പിച്ചിട്ടുണ്ട്. അവനെ ഇമോട്ടിട്ട് വിറപ്പിച്ച് ആദ്യം കൊല്ലാനുണ്ട്. പിന്നെ ഇമോട്ടിട്ട് വിറപ്പിച്ച് പിന്നെ കളിയും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമുക്ക് അവൻ അടിക്കും. അപ്പോൾ എന്തായാലും ഞാൻ സ്പീഡിലും കാര്യങ്ങളൊക്കെ എടുത്തേക്കണം. കുറച്ച് സ്പീഡാക്കിയതാണ്. സ്പീഡ് ചെയ്യാനാണെങ്കിൽ കുറച്ച് തരാം ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ച്. അപ്പോൾ അവനെന്തായാലും കുത്തിപ്പിടിച്ചാണ് കളിച്ചത്. തോമസിൻ്റെ അടിച്ചത്. ഈ കളി അവൻ തോമസിനെ അടുത്തതുണ്ട്. പിന്നെ ഞാനിക്കും കുത്തിപ്പിടിക്കാനൊക്കെ പിന്നെ ഞാൻ കുത്തിപ്പിടിയൊക്കെ മാറ്റി. പിന്നെ ഫുൾ റെഡ് കൊടുത്ത്
ഹെൽമെറ്റ് അങ്ങനെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി അടിക്കാമെന്ന് ഞാൻ പിന്നെ അടിച്ചില്ല. എനിക്കതിൻ്റെ അയ്യോ ഞാൻ ഇവിടുന്ന് വെട്ടി ഞാൻ ചത്തെന്നൊക്കെ വിചാരിച്ച് അത്യാവശ്യം ഡാമേജൊക്കെ എനിക്ക് തന്നു. അതുപോലെ മൂടിയിരിക്കാനാണ് ചാടിയപ്പോൾ ഹിറ്റൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. കണ്ടോ ഒരെണ്ണം പോലും കൊള്ളുന്നില്ല. ഞാൻ പിന്നാലെ കയറി വരുമ്പോൾ നമുക്ക് അടിക്കാമെന്ന് വെച്ച് ഇവിടെ നിൽക്കുകയാണ്. അവനെ കാണാമല്ലോ, അവനെ തിരിഞ്ഞു നോക്കാത്ത അവനെ വീണ്ടും കാണാമല്ലോ. ഓക്കെ, പിന്നെ 71 ഡാമേജും കാര്യങ്ങളും എന്നാലും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നാലും നമ്മളിങ്ങനെ കയറി ഒന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇവിടുന്ന് വീട്ടിൽ കൊടുത്ത് ആദ്യം കൊണ്ടില്ല. അപ്പം എന്നാലും നമുക്ക് ഇവിടുന്ന് ACT ഇടിച്ചിടാന്നൊക്കെ ഇവിടെ ഒരു ഗ്ലൂ വാൾ ടൈം ഷോർട്ട് റേഞ്ചുകാരാണ്. ഷോർട്ട് റേഞ്ചിലും അടിച്ചിടാന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇവിടെ അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശശിയാക്കിക്കൊണ്ടിരിക്കണം അവനെ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു, പിന്നെ അവൻ ഓടി അങ്ങോട്ട് വന്നു, പിന്നെ അവൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ അവനെ കൺഫ്യൂഷനൊക്കെ നേരെ ഇതിലൊക്കെ ഇറങ്ങി ചെന്ന് ഒരു കണ്ടാപ്പെടുക്കാൻ നോക്കി കൊണ്ടില്ല. പിന്നെ നമ്മുടെ ഗ്ലൂവാൾട്ട് കൂടെ കളിച്ച് പിന്നെ OP വാല് നെറ്റോട്ട് കൊടുത്തിട്ട് നമ്മൾ ആ കളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇഷ്ടത്തരന്നെ. അപ്പോൾ വീഡിയോ ഇത്ര കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ, ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ലൈക്ക് അടിച്ചേക്കാം. ഓക്കെ, നമ്മൾ ഈ കമൻറ്റിൽ സ്വൈപ്പ് ചെയ്താൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മാക്സിമം ഹൈപ്പും കൊടുത്ത് പവറാക്കിയാൽ ഓക്കെ. നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡാക്കി തരാം. ഇനിയൊക്കെ ഈ റൗണ്ട് പുറത്തിറങ്ങട്ടെ. ഞാൻ കുറച്ച് സ്പീഡിലായിട്ട് 2x സ്പീഡിലിട്ടിട്ട് അവനെ അടിച്ചിടാൻ കാര്യങ്ങൾ നോക്കുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കോംബോ ഓക്കെ, അതിൻ്റെ കോംബോ ഒന്നും കിട്ടില്ല. ഓക്കെ നോക്കുകയാണ്, നമുക്കില്ല എന്നെ കൊന്നിട്ടില്ല എങ്ങനെയൊക്കെ. എന്നിട്ട് 4-1 ആക്കിയിട്ടുണ്ട്. 4-1 ആയി. അങ്ങോട്ട് അവിടെ എന്തായാലും അടിച്ചിടാൻ പറ്റുമോ നോക്കാം. സ്പീഡാക്കിയത് പെട്ടെന്ന് ഇത് തീർക്കാനാണ്. ഓക്കെ, ഇതാണ് പെട്ടെന്ന് റൗണ്ട് കാര്യങ്ങളൊക്കെ തുറന്നു വരാൻ വേണ്ടി സ്പീഡിലിട്ടു, സ്പീഡിലിട്ടു. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ അവനെ കാണാനും കഴിയുന്നില്ല. അപ്പോൾ കറങ്ങി കുറേ നോക്കി അവൻ എവിടെയാണ് പറയുന്നത്. അങ്ങോട്ട് കയറുമ്പോൾ ആ ടാപ്പൊക്കെ കൊള്ളുന്നു. പിന്നെ നമ്മൾ ഇവിടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ ഒറ്റത്ത് നമുക്ക് അടിയും കാര്യങ്ങളും കണ്ട ഒറ്റയ്ക്ക് നമ്മൾ കണ്ടില്ല. പക്ഷേ പെട്ടെന്ന് ഓക്കെ OP പോലെ ടാപ്പ് അടിച്ച് കളി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങോട്ട് ഇങ്ങോട്ടിട്ട് വിറപ്പിച്ച് ആളെ അങ്ങ് വടിയാക്കി ഇങ്ങോട്ടിട്ട് വിറപ്പിക്കാനാണ് നല്ലോണം. ഓക്കെ, എന്തായാലും ഇങ്ങോട്ടിട്ട് വിറപ്പിച്ച് അങ്ങോട്ട് തീർത്തിട്ടുണ്ടാവണേ. അപ്പോൾ എന്തായാലും പിന്നത്തെ റൗണ്ട് ഇങ്ങനെ തുറക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തല പൊളിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ സ്പീഡായിട്ട് തോന്നുന്നത്. നമ്മൾ പെട്ടെന്ന് നേരെ ഇട്ടേക്കണം, അതുകൊണ്ടാണ് സ്പീഡായിട്ട് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ തന്നെ 5 റൗണ്ട് സിമ്പിളായിട്ടാണ് എടുക്കുന്നത്. വെച്ചാൽ അവിടെ നിന്ന് എൻ്റെ തല പോയി. പിന്നെ അവൻ കളിക്കാനറിയുന്ന പ്ലെയറാന്ന് പറഞ്ഞാൽ എനിക്ക് ചാർജ് കിട്ടാൻ ഇതിനൊക്കെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ പോയതില്ലായിരുന്നു. ഓക്കെ, എന്താണ് അവൻ്റെ ചേട്ടനെ കളിക്കുന്ന പറഞ്ഞത്. എൻ്റെ ചേട്ടനാണ് എന്നായിട്ട് 1v1 വിളിച്ചത്. ഓക്കെ, അവൻ്റെ ഇക്കാക്കിയും കാര്യങ്ങളാണ് എന്നായിട്ട് 1v1 വിളിച്ചത്. അപ്പം എന്നെ നോക്കിയാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഈ റൗണ്ടിൽ പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പുറത്തും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റൗണ്ട് കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 4-1 പൊട്ടുമെന്ന് അറിയത്തില്ല, നോക്കി നോക്കാം. കയറി വന്നാൽ നമ്മൾ അടിച്ചാന്നൊക്കെ നോക്കാനുണ്ടോയെന്ന് അറിയത്തില്ല, ഇവിടെയെന്നറിയത്തില്ല. ഞാൻ പേടിച്ച് പോയോന്ന് അറിയത്തില്ല, അതറിയത്തില്ല. നമ്മളവനെ കണ്ടിട്ടില്ല. ഇങ്ങനെ നോക്കുകയാണ് അവനെവിടെയെന്ന് നമുക്ക് കാണാനേ കാരണം പറ്റുന്നില്ല. പിന്നെ നമ്മൾ ബ്ലൂ വേൾഡ് കയറത് MP40 ബാക്കിൽ അടിക്കാൻ നോക്കണേ. ചാടി ഒരു 1 ടാപ്പ് എടുത്ത് കളിയാൻ കിട്ടിയിട്ട് തരണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.